സ്റ്റുഡൻസ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങിയ ചാപ്റ്ററിന്റെ പേരാണ് സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ഫ്ലോ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ബോർഡിന്റെ സൈഡിൽ ആ ഒരു ഫ്ലോ ചാർട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഫ്ലോ ചാർട്ടിന്റെ ഓർഡർ എങ്ങനെയായിരുന്നു? നമ്മുടെ ഫസ്റ്റ് സ്റ്റിമുലൈ, then receptors, then impulses will be formed and that will be carried by nerve and that will reach us into the brain and spinal cord and ultimately responses will be created. ഇതായിരുന്നു നമ്മളുടെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ആയ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളായിട്ട് വീതം പൊടിച്ച് പഠിക്കാനുണ്ട്. ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂറോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ന്യൂറോണിനെ നമ്മൾ വേറൊരു പേര് കൂടെ പറയും. ന്യൂറോണിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് നെർവ് സെൽ എന്ന് പറയും. ന്യൂറോൺ ഈസ് കോൾഡ് ആസ് നെർവ് സെൽ. ഓക്കെ, അപ്പൊ ന്യൂറോണെ നമ്മൾ നെർവ് സെൽ എന്നും കൂടെ നമ്മൾ പറയാറുണ്ട് ആക്ച്വലി. ഓക്കെ, ഇനി നമുക്ക് ന്യൂറോൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ബോഡി ഈസ് ബിൽഡപ്പ് വിത്ത് സെൽസ്. നമ്മുടെ ശരീരം ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് നെർവസ് സിസ്റ്റം. ഏതാണ്? നെർവസ് സിസ്റ്റം. ദിസ് നെർവസ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ്, നെർവസ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് മെയിൻലി കാണപ്പെടുന്നത്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മെയിൻലി കാണപ്പെടുന്നത്, എന്തൊക്കെയാണ് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് അറിയാം ആരാണ് ഏറ്റവും ആദ്യത്തെ കമ്പോണൻസ്? നെർവസ് സിസ്റ്റത്തിന്റെ ഏറ്റവും ആദ്യത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സോ നെർവസ് സിസ്റ്റം കമ്പോസ്ഡ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ നെർവസ് സിസ്റ്റം കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എ ഗ്രൂപ്പ് ഓഫ് നെർവ്സ്. So the nervous system composed of brain and spinal cord and also many of nerves. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പിക്ചർ വരച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ഒരു പിക്ചർ വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ബ്രെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെയിനെ തുടർന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈനൽ കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി ഒരുപാട് നെർവ്സ്, എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒത്തിരി നെർവ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതൊരു നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറാണ്. So what is the basic component of a nervous system? Basic component of living system എന്ന് പറയുന്ന സെല്ലാണ്. Basic component of life എന്ന് പറയുന്നതാണ് സെല്ലാണ്. So what is the basic component of a nervous system? ഒരു nervous systemത്തിന്റെ basic component എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? We will call it as neuron. അപ്പൊ ന്യൂറോൺ എന്ന് പറയുന്നത് എന്താണ്? What is called as neuron? എന്താണ് നമുക്ക് ന്യൂറോൺ എന്ന് പറയാം? Neuron is the basic component of nervous system. ക്ലിയർ ആയോ? അപ്പൊ അതിനെയാണ് നമ്മൾ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ സൈഡിൽ ന്യൂറോണിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ദിസ് അവർ ന്യൂറോൺ. ഇതാണ് ന്യൂറോൺ. അപ്പൊ നമ്മൾ ന്യൂറോണിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോർമൽ സെല്ലിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു നോർമൽ സെൽ നമ്മൾ കമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? വി ക്യാൻ സീ ന്യൂക്ലിയസ്. ഒരു നോർമൽ സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ന്യൂക്ലിയസ്. നമ്മുടെ നെർവസ് രീതിയിൽ നമ്മുടെ ന്യൂറോണിലും എന്ത് നമുക്ക് കാണാനായിട്ട് പറ്റും? ദർ ഈസ് ന്യൂക്ലിയസ്. And the nucleus is surrounded by the area. Nucleus is surrounded by that particular area which is called as cytoplasm. ആ ഏരിയ നമ്മൾ പറയുന്ന പേരാണ് we will call it as cytoplasm. അപ്പൊ നമ്മൾ ന്യൂറോൺ നോക്കുകയാണെങ്കിൽ we can see nucleus and also we can see cytoplasm. ഇതെന്തായാലും നമുക്ക് കമ്പൽസറി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ന്യൂറോണിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ when we consider a neuron, mainly there are 3 parts. മെയിൻലി എത്ര പാർട്ട് ആയിരിക്കും ഒരു ന്യൂറോണിന് കാണാൻ പറ്റുക? നമുക്ക് 3 പാർട്ടുകളായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുക. വി വിൽ റൈറ്റ് ഇറ്റ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് നോക്കാം. ഏറ്റവും നമ്മൾ ഈ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെ, ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്തെ ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ ബോഡി എന്നാണ് പറയുക. വി വിൽ കോൾ ഇറ്റ് ആസ് സെൽ ബോഡി. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വേറൊരു പേര് കൂടെ പറയും. വി വിൽ കോൾ ഇറ്റ് ആസ് സൈറ്റോൺ എന്നുള്ള പേര് കൂടെ പറയും. വി വിൽ കോൾ ഇറ്റ് ആസ് സൈറ്റോൺ എന്ന് പറയും. സൈറ്റോൺ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കമ്പോണന്റ്. ഇനി കാണുന്നത് ഗ്രോത്താണ്, വളർച്ചകളാണ്. ഈ സെൽ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന സൈറ്റോണിൽ നിന്നുള്ള ഗ്രോത്തുകളാണ്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് ഗ്രോത്ത്. 2 ടൈപ്പ് ഗ്രോത്തുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഒരു ടൈപ്പ് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്മോൾ ഗ്രോത്തുകളാണ്. കണ്ടോ, ഇതിനൊക്കെ നമ്മൾ സ്മോൾ ഗ്രോത്ത് ആണ്, പുറത്തേക്ക് ചെറിയ ഗ്രോത്തുകളാണ്, അതിന്റെ സ്മോൾ ഗ്രോത്തുകളാണ്. അതുപോലെ there is a longer growth, ലാർജർ അല്ലെങ്കിൽ ലോങ്ങർ ഗ്രോത്തും ഉണ്ട്, സ്മോൾ ഗ്രോത്തും ഉണ്ട്. ഓക്കെ, ലോങ് ആയിട്ടുള്ള ഗ്രോത്തിനെ നമ്മൾ പറയുന്ന പേരാണ്, ലോങ് ആയിട്ടുള്ള ഗ്രോത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സോൺ എന്നാണ് നമ്മൾ പറയുക. We will call it as axon. Longer growth is called as axon. And there is also short growth. ചെറിയ ഗ്രോത്തുകളുണ്ട്. ആ ഷോർട്ടർ ആയിട്ടുള്ള ഗ്രോത്തുകളെ, ഇതാണ് ഷോർട്ടർ ഗ്രോത്ത്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. We will call it as dendron. So നമ്മളുടെ ഒരു ന്യൂറോൺ എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്ന മെയിൻലി 3 പാർട്സ് ആണ്. ഏതൊക്കെയാണ്? There is cell body or cytosol. What is the speciality of cell body or cytosol എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ആർ പ്രസന്റ് ഇൻ ദാറ്റ് പ്ലേസ്. ക്ലിയർ ആയോ? ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസും പ്രസന്റ് ആയിട്ടിരിക്കുന്ന എവിടെയാണ്? സെൽ ബോഡിയിലാണ്. ഇനി അനദർ ഈസ് ഗ്രോത്ത് ഫ്രം ന്യൂറോൺ. ന്യൂറോണിൽ നിന്നുള്ള ഗ്രോത്തുകളാണ്, പുറത്തേക്ക് വളർന്നിട്ടുള്ള ഗ്രോത്തുകളാണ്. ലോങ്ങർ ഗ്രോത്ത് ഈസ് കോൾഡ് ആസ് ആക്സോൺ ആൻഡ് ഷോർട്ടർ ഗ്രോത്ത് ഈസ് കോൾഡ് ആസ് ഡെൻഡ്രോൺ. ഷോർട്ടർ ഗ്രോത്തിന് പറയുന്ന പേരാണ് ഡെൻഡ്രോൺ. ഇനി നിങ്ങൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, രണ്ടിനും ബ്രാഞ്ചുകളുണ്ട്. ഡെൻഡ്രോണിനും ബ്രാഞ്ചുകളുണ്ട്, ആക്സോണിനും ബ്രാഞ്ചുകളുണ്ട്. ഓക്കെ, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ നമ്മൾ പറയുന്ന പേര് കണ്ട, സ്മോളർ, ഇതൊക്കെ ബ്രാഞ്ചുകളാണ്. ഈ പച്ച കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് മുഴുവൻ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചുകളെ നമ്മൾ പറയുന്ന പേരാണ്, we will call it as dendrite. We will call it as dendrite. So branches of dendron is called as the dendrite എന്നാണ് നമ്മൾ പറയാം. ഇനി branches of axon, there is branches. ആക്സോണിനും എന്ത് കാണാൻ പറ്റും നമുക്ക്? We can see branches of axon. ആക്സോണിന്റെ ബ്രാഞ്ചസിന് നമ്മൾ പറയുന്ന പേരാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. നമ്മള് ആക്സോണൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ എന്ത്? ആക്സോണൈറ്റ് എന്ന് പറയും. Understand? അപ്പൊ there are branches for both axon and dendron, and branches of dendron is called dendrite and the branches of axon is called as the axonite. Okay, so ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രക്ചർ. ഇനി നമുക്ക് 2 ഭാഗങ്ങളൂടെ പറയാനുണ്ട്, ഇമ്പോർട്ടന്റ് ഭാഗങ്ങളാണ്. When we look the branches, the end of the axonite, axoniteന്റെ എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ ഒരു ഗ്ലോബുലാർ ആയിട്ടുള്ള ഷേപ്പിലുള്ള സ്ട്രക്ചറിൽ വരച്ചിട്ടുണ്ട്. എന്താണ്? സർക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ, ഗ്ലോബുലാർ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ഈ മുഴകൾ പോലെ മലയാളത്തിൽ പറയുന്ന മുഴകൾ പോലെ കാണപ്പെടുന്ന ഈ പെർട്ടിക്കുലർ സ്ട്രക്ചറുകളെ നമ്മൾ പറയുന്ന പേരാണ് സിനാപ്റ്റിക് നോബ് എന്നാണ് പറയുന്നത്. We will call it as synaptic knob. So let me mark synaptic knob. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് synaptic knob എന്നാണ് പറയുന്നത്. So synaptic knob എന്ന് പറയുന്നത് എന്താണ്? We can see synaptic knob at the ends of axonite. Axoniteന്റെ അഗ്രഭാഗത്തായിരിക്കും കാണപ്പെടുന്നത്. And we need to explain one more. ഒരു പാർട്ട് കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, we can see axon. We can see this is the long thread that is called as axon. Axon is covered by, നോക്ക, ആക്സോണിനെ കവർ ചെയ്തിട്ട് ചില സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. Axon is covered by some structures and that axon is covered by Schwann cells. ആ സെല്ലുകൾ നമ്മൾ പറയുന്ന പേരെന്താണ്? We will call it as, ഈ സെല്ലുകൾ നമ്മൾ പറയുന്ന പേരാണ് Schwann cells എന്നാണ് നമ്മൾ പറയുക. Schwann cells. Understand? അപ്പൊ ഇതിനാണ് Schwann cells എന്ന് പറയുന്നത്. അപ്പൊ this is the structure of a neuron. ഇതാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ. Once again I am going to explain. നോക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്കിത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആക്സോൺ, ഇതാണ് നമ്മുടെ ന്യൂറോൺ. അപ്പൊ ന്യൂറോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ we can see many more parts. കുറെ പാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ എന്ന് പറയുന്നത് സെൽ ബോഡിയാണ്. സെൽ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ബോഡി വി ക്യാൻ സി ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം, ദ മെയിൻ ബോഡി. അതിനാണ് നമ്മൾ സെൽ ബോഡി ഓർ സൈറ്റോ എന്ന് പറയുന്നത്. ഇനി there are growths from cell body. Longer growth is called axon and shorter growth is called dendron. And there are branches for axon and dendron. Axonine branches ഉണ്ട്, dendronine branches ഉണ്ട്. Axonine branchesനെ നമ്മൾ axonite എന്ന് പറയും, ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസിന് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇനി ആക്സോണൈറ്റിന്റെ എൻഡില് we can see synaptic knob. We can see globular structure which is called as synaptic knob. What is the importance of synaptic knob എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി നോക്കുക, നമ്മൾ പറഞ്ഞു the axon is covered by Schwann cells. ആക്സോണിനെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്നത് Schwann cells ആണ് കാണപ്പെടുന്നത്. So this is the structure of a neuron.
ഇതിനാണ് നമ്മള് ന്യൂറോൺ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ സ്ട്രക്ചർ ഇത് നമുക്ക് എക്സാമിന് വരയ്ക്കാൻ ചോദിക്കുന്ന ഒരു ഡയഗ്രമാണ്. SLC എക്സാമിന് എപ്പോഴും പല പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഡയഗ്രാം ഓഫ് ന്യൂറോൺ. ന്യൂറോണിന്റെ ഡയഗ്രാം വരച്ച് ഭാഗങ്ങളെ അടയാളപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നോട്ടിൽ വരച്ചെടുക്കണം. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നോട്ടിൽ വരച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് സ്പെസിഫിക് പാർട്സ്. ഓരോ സ്പെസിഫിക് പാർട്ടുകളുടെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് മീ റബ് ദിസ്. ഞാൻ ഇത് മായ്ക്കാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ എന്തുണ്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് മീ റബ് ദിസ്. ഞാൻ റബ് ചെയ്യും. ഇനി ഞാൻ പറയുന്ന കാര്യം നല്ല ബേസിക്, ഞാൻ പറയുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ന്യൂറോണുകൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ സെല്ല് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, അടക്കി 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 അടക്കിയാണ് സെല്ല് വെച്ചിരിക്കുന്നത്. അതുപോലെ ന്യൂറോൺസും ഇതുപോലെ തന്നെ തൊട്ടടുത്ത് അടുത്തടുത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ കാണിക്കുകയാണ്. നമ്മൾ ട്രെയിനിന്റെ ഒരു ബോഗി എടുക്കുകയാണെങ്കിൽ, നമ്മൾ ട്രെയിനിന്റെ ഒരു ബോഗി നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യണം. ഇതൊരു ബോഗിയാണ്. ഇത് ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് അടുത്ത ബോഗിയാണ്. ഇവിടെ ഇതുപോലത്തെ ചക്രം ഉണ്ടാവും. എന്നിട്ട് അടുത്തൊരു കണക്ഷൻ ഉണ്ടാവും. അവിടെ നിന്ന് അടുത്ത ബോഗി പോകും. ഇങ്ങനെ ഗോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് പോവാം. അപ്പൊ നമുക്ക് ചക്രമൊക്കെ കാണിക്കുന്ന വെച്ചാൽ ഇതുപോലെ ഓരോ ബോഗികളായിട്ടായിരിക്കും നമ്മുടെ ട്രെയിൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓരോ ബോഗികൾ. അപ്പൊ ഈ ഓരോ ബോഗികളും ഓരോ ന്യൂറോൺ ആണെന്ന് വിചാരിക്കുന്നത്. ഓരോ ബോഗികളും ഓരോ ന്യൂറോൺ. ഇത് ഫസ്റ്റ് ന്യൂറോൺ ആണ്, ഇത് സെക്കൻഡ് ന്യൂറോൺ ആണ്, ഇത് തേർഡ് ന്യൂറോൺ. അപ്പൊ ന്യൂറോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ അവർ ബോഡി. അടുപ്പിച്ച് അറേഞ്ച് ചെയ്തേക്കാണ് ന്യൂറോൺ. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരു ന്യൂറോൺ ഒറ്റക്കല്ല നിൽക്കണം. തൊട്ടടുത്ത ന്യൂറോൺ ഉണ്ട്, അതിന്റെ അടുത്ത ന്യൂറോൺ ഉണ്ട്. അങ്ങനെ എൻറ്റയർ സ്ട്രെച്ച് ഓഫ് ന്യൂറോൺ ആർ ദെയർ. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നമ്മൾ ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം, ഏറ്റവും ഔട്ടർ സൈഡിൽ കാണപ്പെടുന്ന ഭാഗം ഏതായിരിക്കും? ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും. ഏറ്റവും ഔട്ടർ സൈഡ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത് ബ്രാഞ്ചസ് ആയിരിക്കും അല്ലെ? ഡെൻഡ്രോന്റെ ബ്രാഞ്ചസ് ആയിരിക്കും ഏറ്റവും പുറത്തേക്ക് നിൽക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റൈറ്റ് ഡെൻഡ്രൈറ്റ്. What is the role of dendrite and what is the function of dendrite? എന്താണ് dendrite? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് dendrite? Branches of dendron is called as dendrite. And what is the function of this dendrite? നിങ്ങൾ ആലോചിച്ചത് ഇതാണ് dendrite എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ dendrite എന്ന് വിചാരിക്കും. അത് ആരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്? തൊട്ടടുത്ത ന്യൂറോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും dendriteന്റെ ഫംഗ്ഷൻ? റിസീവ് ഇമ്പൾസസ്. എന്തിനാ റിസീവ് ചെയ്യുക? ഇവിടുന്ന് എന്തിനായിരിക്കും റിസീവ് ചെയ്യുക? ഇമ്പൾസിനായിരിക്കും റിസീവ് ചെയ്യുക. എന്തിനായിരിക്കും റിസീവ് ചെയ്യുക? ഇമ്പൾസ്. സോ റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. എന്തിൽ നിന്നാണ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്നത്? അഡ്ജസന്റ് ന്യൂറോണിൽ നിന്ന് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. സോ ഐ വിൽ റൈറ്റ് ഹിയർ എന്താണ്? അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ്. എവിടെ നിന്നാണ്? അഡ്ജസന്റ് ന്യൂറോൺ. അഡ്ജസന്റ് ന്യൂറോണിൽ നിന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ആക്സോൺ എന്ന് പറയാം നമുക്ക്. ആക്സോണിൽ നിന്നായിരിക്കും റിസീവ് ചെയ്യുക. അപ്പൊ അഡ്ജസന്റ് ന്യൂറോൺ. സോ നിങ്ങൾക്ക് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ മനസ്സിലായി. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൻഡ്രൈറ്റിന്റെ ഫംഗ്ഷൻ? റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. ദാറ്റ് ഇസ് ഫംഗ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റ്. ഇനി എല്ലാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡെൻഡ്രൈറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ ഭാഗം ഏതായിരിക്കും? ഡെൻഡ്രൈറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞ ഭാഗം ഏതായിരിക്കും? എന്തിന്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്? ഡെൻഡ്രോന്റെ ബ്രാഞ്ചസ് ആണ്. സോ ഡെൻഡ്രൈറ്റ് കഴിഞ്ഞിട്ട് വരുന്നത് ആരായിരിക്കും? ഡെൻഡ്രോൺ. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെൻഡ്രോൺ? എന്തായിരിക്കും? റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രൈറ്റ്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡെൻഡ്രോൺ. സോ ഡെൻഡ്രോൺ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഭാഗം ഏതായിരിക്കും? ഡെൻഡ്രോണിൽ നിന്ന് ഇമ്പൾസ് എങ്ങോട്ടേക്ക് എത്താം? It will reaches into the cell body. So what is the role of cell body? What is the function of cell body? Receive impulse from dendron. That is the function of cell body. Cell body il ninnu pinna engidekku nere connect ava? Cell body will connect into axon. So what is the role of axon? Receive impulse from cell body. And that will reach us into the axon. Il ninnu nere engidekku impulse etta? Axonite. So what is the role of axonite? Receive impulses from axon. That is the function of axonite. So end of the axonite there is synaptic knob. So what is the function of synaptic knob?
receive impulse from axonite. Receive impulse from axonite. One more function is there. Synaptic knob ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. എന്താണ് ആ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും? ഇറ്റ് വിൽ സെക്രീറ്റ്. എന്തായിരിക്കും സെക്രീറ്റ്? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് എന്റെ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇത് 2 ന്യൂറോൺ ആണ്. ഇത് 2 ന്യൂറോൺ ആണ്. ഇവിടെ നിന്ന് ഇമ്പൾസ് വരെയാണ്. ഇമ്പൾസ് ഇവിടെ എത്തി. ആ ഇമ്പൾസിനെ ഡെൻഡ്രൈറ്റുകൾ സ്വീകരിച്ചു. അത് നേരെ ഡെൻഡ്രോണിലേക്ക് എത്തി. ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് എത്തി. സെൽ ബോഡിയിൽ നിന്ന് അതിനാര് സ്വീകരിച്ചു? ആക്സോൺ സ്വീകരിച്ചു. ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റിലേക്ക് എത്തി. ആക്സോണൈറ്റിൽ നിന്ന് സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. ഇനി പോകാനില്ല. ഇനി അടുത്ത ന്യൂറോണിലേക്കാണ് പോകേണ്ടത്. നെക്സ്റ്റ് ന്യൂറോണിലേക്കാണ് പോകേണ്ടത്. അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അടുത്ത ന്യൂറോണിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്, ദാറ്റ് വിൽ സെക്രീറ്റ് this synaptic knob will secrete some chemicals. And that chemical is called as neurotransmitter. That will secrete a chemical which is called the chemical substance. This is a chemical, and that chemical is called as neurotransmitter. A neurotransmitter examples നമുക്ക് പറയാൻ പറയാം. Examples ഒന്ന് dopamine is a neurotransmitter. Dopamine. അതുപോലെ തന്നെ വരുന്ന അസറ്റൈൽ കൊളീൻ is also a neurotransmitter. So this is the function of this whole structure. ഒരെണ്ണം കൂടെ നമുക്ക് പറയാനുണ്ട്. അതുകൂടെ പറയാം. നമുക്ക് ഷ്വാൻസെലിന്റെ കേസ് കൂടെ പറയാനുണ്ട്. അതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓരോന്നിന്റെ ഫംഗ്ഷൻ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റ്? റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെൻഡ്രോൺ? റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രൈറ്റ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് സെൽ ബോഡി? റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രോൺ. ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് ആക്സോൺ? റിസീവ് ഇമ്പൾസ് ഫ്രം സെൽ ബോഡി. സോ പ്രീവിയസ് നിന്നാണ് വരുന്നത്. പ്രീവിയസ് നിന്ന് റിസീവ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എങ്ങനെയിരിക്കും? വേണമെങ്കിൽ ഒരു പോയിന്റ് കൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ടെക്സ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എങ്ങനെ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെൻഡ്രൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതി പറയാം. റിസീവ് ഇമ്പൾസ് ഫ്രം അഡ്ജസന്റ് ന്യൂറോൺ ആൻഡ് ഗിവ് ഇറ്റ് ഇൻ ടു ദി ഡെൻഡ്രോൺ. അങ്ങനെയും പറയാം. അപ്പൊ ഡെൻഡ്രോണിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? റിസീവ് ഇമ്പൾസ് ഫ്രം ഡെൻഡ്രൈറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ഇൻ ടു ദി സെൽ ബോഡി. ഇങ്ങനെയും പറയാം. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഈ രീതിയിലാണ് അതിന്റെ ഫംഗ്ഷൻ പോവാ. സോ സിനാപ്റ്റിക് നോബിന് 2 ഫംഗ്ഷൻ ഉണ്ട്. റിസീവ് ഇമ്പൾസ് ഫ്രം ആക്സോണൈറ്റ്. And produce some chemicals which is called as neurotransmitter. And the name of neurotransmitters examples are dopamine and acetylcholine. Okay, there is one more thing that is called as നമുക്ക് ഇതിന്റെ ഇടയിലായിട്ട് കാണുന്ന ഒരു സംഭവമുണ്ട്. അതിനെ പറയുന്ന പേരാണ് Schwann cells. എന്താണ് പറയുന്നത്? It's called Schwann cells. Schwann cells എന്ന് പറയുന്നത് ആക്ച്വലി പ്രൊട്ടക്ഷൻ ആണ്. നമ്മളെ ഷ്വാൻ സെല്ലിനെ മെയിൻ ആയിട്ട് നമ്മൾ കുറെ ഷ്വാൻ സെൽസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സർക്കിൾ ചെയ്യുന്നത്. ആക്സോണിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഷ്വാൻ സെൽ നമ്മളെ ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്യില്ലേ, നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യും, പെട്ടി ഇങ്ങനെ കവർ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വയർ കേബിളുകളിൽ ലീക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ ചുറ്റും ഇൻസുലേഷൻ ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കാറുണ്ട്. അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ആ ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ ചുറ്റാണ്. ആ ചുറ്റുന്ന ഒരു ലെയറിനെ നമ്മൾ ഷ്വാൻ സെൽ എന്ന് പറയുന്നത്. ഷ്വാൻ സെൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചുറ്റുവാണെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേരാണ് പറയാ. അത് നമ്മൾ പറയുന്ന പേരാണ് മയലിൻ ഷീത്ത് എന്നാണ് പറയാം. We will call it as myelin sheath. Myelin sheath എന്നാണ് നമ്മള് പറയാം. Myelin sheath. Okay. Myelin ആണ് കേട്ടോ. Myelin sheath. Okay. അപ്പൊ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ മൈലിൻ ഷീത്ത് എന്തുപയോഗിച്ചാണ് മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്? ഷ്വാൻ സെൽസ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ നമ്പർ ഓഫ് കവറിംഗ് ഫ്രം ഷ്വാൻ സെൽ വിൽ ക്രിയേറ്റ് മൈലിൻ ഷീത്ത്. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ മൈലിൻ ഷീത്ത്? എന്തുകൊണ്ടാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് വിൽ കണ്ടെയ്ൻ എ പെർട്ടിക്കുലർ ലിപ്പിഡ്. അതിലൊരു ലിപ്പിഡ് ഉണ്ട്. മൈലിൻ ഷീത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു പെർട്ടിക്കുലർ ലിപ്പിഡ് ഈസ് പ്രസന്റ്. ദാറ്റ് ലിപ്പിഡ് ഈസ് കോൾഡ് ആസ് മയലിൻ. ആ ലിപ്പിഡിനെ പറയുന്ന പേരാണ് നമ്മള് മയലിൻ എന്നാണ് ആ ലിപ്പിഡിനെ പറയുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് ഷീറ്റ് ഈസ് കോൾഡ് ആസ് ദി മൈലിൻ ഷീറ്റ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് നമ്മള് മൈലിൻ ഷീറ്റ് എന്ന് പറയാൻ കാരണം. ബിക്കോസ് ഇറ്റ് കണ്ടെയ്നിങ് എ ലിപ്പിഡ് വിച്ച് ഈസ് കോൾഡ് ആസ് മൈലിൻ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു മയലിൻ ഷീറ്റ് നമുക്ക് എവിടെയൊക്കെ കാണപ്പെടുന്നത്? നമ്മുടെ ബ്രെയിനിലും നമ്മുടെ സ്പൈനൽ കോഡിലും നമ്മുടെ നെർവ്സിലൊക്കെ ഡിഫറെന്റ് ലൊക്കേഷനിൽ നമുക്ക് മയലിൻ ഷീറ്റ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ക്ലിയർ ആണ്. ഇനി ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും എവിടത്തേക്കാണ് ഞാൻ പറയുന്നത്? ബ്രെയിൻ.
one is spinal cord. ഇവിടേക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? We can see myelin sheath. We can see myelin sheath. So particularly ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സെൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്, സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. എവിടത്തെ മാത്രം പറയുന്നത്? ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് സെൽ? എന്താണ് ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഒളിഗോ dendrocytes. What we called as oligodendrocytes. So myelin sheath from brain and spinal cord, it is made up of oligodendrocytes. Understand? ഇതാണ് നമ്മൾ പറയാനുള്ളത്. ഇനി ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. സോ വി വിൽ ഡിസ്കസിംഗ് അബൌട്ട് മൈലിൻ ഷീത്ത്. നമ്മൾ മൈലിൻ ഷീറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു ആക്സോൺ, ഇതാണ് നമ്മുടെ ഒരു ആക്സോൺ. ആക്സോണിനെ കവർ ചെയ്തിട്ട് എന്ത് കാണപ്പെടുന്നത്? നമ്മൾ പറഞ്ഞത് ആക്സോൺ ഈസ് കവേർഡ് വിത്ത് മൈലിൻ ഷീത്ത്. ഇങ്ങനെ ആക്സോണിനെ മൈലിൻ ഷീത്ത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്ന പേരാണ് മയലിനേറ്റഡ് എന്നാണ് പറയുന്നത്. നമ്മള് മയലിനേറ്റഡ് നെർവ് ഫൈബർ അല്ലെങ്കിൽ സിംപിളി മൈലിനേറ്റഡ് നെർവ് സെൽസ് എന്ന് പറയും. നമ്മള് മൈലിനേറ്റഡ് നെർവ് സെൽസ് എന്ന് പറയും. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് ദർ ഈസ് നോ മൈലിൻ ഷീത്ത് ഈസ് പ്രസന്റ്, ദിസ് ഈസ് അവർ ആക്സോൺ. ദർ ഈസ് നോ മൈലിൻ ഷീത്ത്. അങ്ങനെയുള്ള നമ്മൾ എന്തായിരിക്കും പറയാ? വി വിൽ കോൾ ഇറ്റ് ആസ് എന്തായിരിക്കും പറയാ? നോൺ മൈലിനേറ്റഡ് എന്തായിരിക്കും പറയാ? നമ്മള് വി വിൽ കോൾ ഇറ്റ് ആസ് നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ്. So some there are present of myelin sheath and some part there is absence of myelin sheath. Myelin sheath present ആണെങ്കിൽ myelinated nerve cells, myelin sheath absent ആണെങ്കിൽ non myelinated nerve cells. ഇനി ഞാൻ പറയുന്ന കൺസെപ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും certain region of brain and spinal cord, there is myelinated nerve cells are present. More myelinated nerve cells are present. Clear ആക്കുക. ഇതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എ ബ്രെയിൻ. ഈ ഒരു റീജിയനിൽ കാണപ്പെടുന്നത് മുഴുവൻ എങ്ങനെയാണ്? മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, മൈലിനേറ്റഡ് നെർവ് സെൽസ് ആണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് വൈറ്റ് മാറ്റർ എന്നാണ് പറയുന്നത്. That type of region is called as the white matter. Why it is called as white matter? എന്നൊരു ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് അതിന് നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് പറയാൻ കാരണം എന്താണ്? Why it is called as white matter? Because the color of myelin sheath is white. അപ്പൊ മൈലിൻ ഷീത്തിന്റെ കളർ വൈറ്റ് ആണ്. അപ്പൊ ഇതാണ് ഒരു പെർട്ടിക്കുലർ റീജിയൻ, ബ്രെയിന്റെ റീജിയൻ. ഇവിടെ എന്താണ് കാണുന്നത്? മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് സെൽസ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഭാഗത്തിന് എന്ത് കളറായിരിക്കും? മൈലിനേറ്റഡ് ആണ്. മൈലിൻ ഷീത്തിന്റെ കളർ എന്താണ്? വൈറ്റ് ആണ്. അപ്പൊ ഈ റീജിയന്റെ കളർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. That is why that region is called as white matter. ഇനി there are certain region of brain. There is non-myelinated nerve cells are present. There is non-myelinated, അതായത് myelin sheath absent ആണ്. That region myelin sheath are absent. That region color is not white. കാരണം myelin sheath ഇല്ല. അപ്പൊ അവിടെ വൈറ്റ് കളർ ആയിരിക്കില്ല, പകരം ഗ്രേ കളർ ആയിരിക്കും കാണാൻ സാധിക്കുക. എന്ത് കളർ ആയിരിക്കും കാണാൻ സാധിക്കുക? ഗ്രേ കളർ ആയിരിക്കും കാണാൻ സാധിക്കുക. അത്തരം റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. എന്താണ് ആ റീജിയൻ പറയുന്ന പേര്? നമ്മൾ ഗ്രേ മാറ്റർ എന്ന് പറയും. സോ there is white matter and there is gray matter. White matter because myelinated nerve cells are present group. So color of myelin sheath is white. So that region is called white matter. If there is absence of myelin sheath or non-myelinated nerve cells are present, then that region is called as gray matter. Understand? Okay, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺ നമുക്ക് കംപ്ലീറ്റ് ആകും. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്? എന്തിന്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്? മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത് ഫങ്ഷൻസ്. മൈലിൻ ഷീത്തിന്റെ വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. സോ there are 4 functions. 4 functions ആണ് ഒരു മൈലിൻ ഷീത്തിനുള്ളത്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 4 functions എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ
പ്രൊട്ടക്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് പ്രൊട്ടക്ഷൻ. അതായത് ആക്സോണിന് ഇങ്ങനെ പൊതിഞ്ഞേക്കാണ്. അപ്പൊ എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യാം. സോ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എന്താണ് എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക ആക്സോണിനെ? ആക്സോൺ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത്. സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് പ്രൊവൈഡ്. എന്ത് പ്രൊവൈഡ് ചെയ്യാം? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. നമ്മുടെ സെല്ലിന് എന്തൊക്കെ ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്, ന്യൂട്രിയൻസ് ആവശ്യമാണ്. സോ ആക്സോണിന്റെ സെൽസിന് ആവശ്യമായിട്ടുള്ള, ആക്സോണിനെ പൊതിഞ്ഞുള്ളത് കാണപ്പെടുന്നത്, ആക്സോണിന്റെ സെൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെയും ന്യൂട്രിയൻസിനെയും പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ആക്സോൺ. സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി ഞാൻ പറഞ്ഞു മൂന്നാമത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു നമ്മുടെ വയറിലൊക്കെ ലീക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചുറ്റി വെക്കുക? ഇൻസുലേഷൻ ടൈപ്പാണ് ചുറ്റി വെക്കുക. ഇൻസുലേറ്റർ നമ്മൾ എന്താണ് വൈദ്യുതിയെ പുറത്തേക്ക് കടത്തി വിടൂല. അതേപോലെയാണ് ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ എന്നാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്. കാരണം നമ്മളുടെ ഈ നെർവിൽ കൂടെ ഒഴുകി പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആണ്. ഞാൻ പറഞ്ഞു ഇമ്പൾസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആണ്. അപ്പൊ അത് ലീക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ലീക്ക് ചെയ്യാതിരിക്കാൻ ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്റ്റീവ്. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാത്ത ആളുകളാണ് നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയാം. സോ ഇറ്റ് വിൽ ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ആൻഡ് ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഇൻക്രീസ് സ്പീഡ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അതായത് സെല്ലിനകത്തേക്കുള്ള നെർവിന്റെ അകത്ത് കൂടെ ഉള്ള ഇമ്പൾസസിന് വേഗതയില്ലേ, ആക്സലറേറ്റ് സ്പീഡ് കൂട്ടും. ദീസ് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. 4 ഫംഗ്ഷൻസ് ആണ്. വളരെ ക്ലിയർ ഈസിലി പറ്റുന്ന കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? പ്രൊട്ടക്ഷൻ. എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക? ഇറ്റ് വിൽ പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. Second one, it will provide oxygen and nutrients to axon, cells of axon. Third one, it will act as an electrical insulator. Fourth one എന്ന് പറയുന്നത് it will increase the speed of impulse transmission. These are the 4 functions of myelin sheath. Understand? ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ന്യൂറോൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് പഠിച്ചു? ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിച്ചു. ന്യൂറോണിന്റെ ഓരോ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓരോ ഭാഗത്തിന്റെയും ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ആദ്യം ഒരു പാർട്ട് എടുത്തു, അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ടാണ് അടുത്ത പാർട്ട് എടുത്തത്. ഇനി നമുക്ക് ഇത് ഓരോ ടോപ്പിക് ആയിട്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഓരോ ടോപ്പിക് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ചെറിയ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു പോവുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ഹ്യൂജ് ടോപ്പിക് എടുത്ത് അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഓരോ ഏരിയാസ് നമ്മൾ എടുക്കുന്നത് ക്ലാരിഫൈ ചെയ്യുക, കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ് ഇനി എന്നായിരിക്കും അറിയില്ല. അതിനു മുമ്പായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. ഓക്കെ.